സിനുജി, ഇന്ത്യയും ഇറാനുമായുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മുടെ മീഡിയയിൽ ചർച്ചയായിട്ടുള്ളത്. ഇറാൻ്റെ ഒരു നേതാവായ ആയത്തുള്ള അലി ഖമേനി ട്വിറ്ററിൽ അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്, ഗാസ, മ്യാൻമാർ, ഇന്ത്യ ഈ 3 രാജ്യങ്ങളിലെയും മുസ്ലിങ്ങളുടെ ദുരവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത്. ഓർക്കുക, ഗാസ, മ്യാൻമാർ, ഇതിനോടൊപ്പമാണ് ഇന്ത്യയും കൂടെ ചേർത്തിരിക്കുന്നത്. ഇന്ത്യയെ പോലുള്ള മതേതര രാഷ്ട്രത്തെക്കുറിച്ച് ഈ ഒരു കമൻ്റാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. വി കനോട്ട് കൺസിഡർ അവർ സെൽസ് ടു ബി മുസ്ലിംസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 3 ഇടങ്ങളിലെ മുസ്ലിങ്ങളെ കുറിച്ച് വളരെ ആശങ്കയാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും ഇതിന് ചുട്ട മറുപടി തന്നെയാണ് ഇന്ത്യ കൊടുത്തിട്ടുള്ളത്. എന്നാലും ഇറാൻ ഇത്തരത്തിലൊരു പ്രയോഗം നടത്തിയത് എന്തിനായിരിക്കുമെന്നാണ് സിനുജി വിചാരിക്കുന്നത്? ഇറാൻ എന്ന് പറയുന്നത് ഷിയ മുസ്ലിങ്ങളുടെ ഒരു രാജ്യമാണ്. സ്വാഭാവികമായും ലോകത്തിലെ മറ്റു മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ഇറാൻ എന്നും വേറിട്ട് നിൽക്കുന്നു. അവരുടെ ചിന്ത, ഞങ്ങൾ ഒരു ആണവ രാജ്യമായി മാറുന്നു, അല്ലെ ആണവ രാജ്യമായി മാറാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നു എന്നാണ് നമ്മൾ ഇതുവരെ കരുതിയിരുന്നത്. ഇപ്പോൾ പറയുകയാണ്, ഗാസയിലെയും അതുപോലെ തന്നെ മ്യാൻമാറിലെയും മുസ്ലിങ്ങൾ അനുഭവിക്കുന്നതിന് സമാനമായ പ്രതിസന്ധി ഇന്ത്യയിലും മുസ്ലിങ്ങൾ അനുഭവിക്കുന്നു. ഈ പറയുന്നത് അവരുടെ ആത്മീയ ആചാര്യനായ ആയത്തുള്ള അലി ഖമേനിയാണ്. ആയത്തുള്ള അലി ഖമേനി ഇത്തരം ഒരു പ്രസ്താവന നടത്തുന്നത് സ്വാഭാവികമായും ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഇറാനിലെ പുതിയ പ്രസിഡന്റായ പെഷസ്കിയാൻ ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. അപ്പം ആ രാജ്യത്തെ ഭരണകൂടം ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നില്ല. അതിനു മുകളിലാണ് താൻ എന്ന രീതിയിലാണ് ആയത്തുള്ള അലി ഖമേനിയുടെ ഈ പ്രസ്താവന. അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നു, ബുദ്ധിമുട്ടുന്നു എന്നൊക്കെ പറയുന്നതിലൂടെ ഇന്ത്യയിലെ മുസ്ലിം ജനതയുടെ ഒരു പിന്തുണ, ഒരു മാനസികമായ ഐക്യമൊക്കെ നേടിയെടുക്കാനാണ് ഇറാൻ ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഇപ്പം അദ്ദേഹം പറഞ്ഞത് ഗാസയിലെ കാര്യം. സ്വാഭാവികമാണ്, ഗാസയിൽ ഇസ്രായേൽ വലിയ ആക്രമണം നടത്തുന്നുണ്ട്. സത്യത്തിൽ അവിടുത്തെ മുസ്ലിം വംശജരെ കൊല്ലാനായിട്ടോ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടോ ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാജ്യം ശ്രമിക്കുന്നതല്ല. അവിടെ ഹമാസ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടന ഇസ്രയേൽ കടന്നു കയറി അവിടുത്തെ ജനതയെ ബന്ദികളാക്കുകയും ചെയ്തപ്പോൾ തിരിച്ചടിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായും കൊല്ലപ്പെടുന്നവരൊക്കെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നു എന്നേ പറയത്തുള്ളൂ. ഇനി മ്യാൻമാറിലെ കാര്യമെടുത്താലോ, രോഹിംഗ്യൻ മുസ്ലിങ്ങൾ നുഴഞ്ഞു കയറി ആ മേഖലയിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ രോഹിംഗ്യൻ മുസ്ലിങ്ങൾ അവിടുത്തെ സാധുക്കളായ മ്യാൻമാറിലെ ബുദ്ധ മതവിശ്വാസികളെ ആക്രമിക്കുകയാണ്. അവർ പ്രതിരോധത്തിന് വേണ്ടി ആയുധമെടുക്കുന്നു, രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്നു. അതുപോലെയുള്ള സ്ഥിതി ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ ഏതാണ്ട് 18 കോടി മുസ്ലിം ജനങ്ങളാണുള്ളത്. ഈ ജനങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കുന്നത് പോലെ, എല്ലാവരെയും കരുതുന്ന പോലെ ഇന്ത്യ കരുതുന്നുമുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി വെക്കുന്നതിലൂടെ ലോകത്തെ മുസ്ലിം രാജ്യങ്ങളുടെ ഒരു പിന്തുണ നേടിയെടുക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കാരണം സൗദി അറേബ്യയെ ഇറാന് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം സൗദി അറേബ്യ ഒരു ലോകത്തെ മുസ്ലിങ്ങളുടെ ഒരു ആത്മീയ നേതൃത്വമൊക്കെ വഹിക്കുന്ന രാജ്യമാണ്. മാത്രമല്ല, പ്രധാനപ്പെട്ട ഈ വിശുദ്ധ കേന്ദ്രങ്ങളുണ്ടല്ലോ, ഈ ആരാധനാലയങ്ങൾ, ഇതൊക്കെ തന്നെ ഈ സൗദി അറേബ്യയിലാണ്. അപ്പോൾ സൗദി അറേബ്യയെ മാറ്റി നിർത്തി ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളെ ഒപ്പം നിർത്തണം. ഇപ്പം പാകിസ്ഥാൻ സ്വാഭാവികമായിട്ടും ഇന്ത്യക്കെതിരാണ്. ബംഗ്ലാദേശ് ഇപ്പം ഇന്ത്യക്കെതിരായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒടുവിൽ മാലിദ്വീപ്, അവിടുത്തെ ജനത ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ കളിയാക്കിയതാണ്. അങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിർത്തി അവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണ ഞങ്ങൾക്കുണ്ട്, അല്ലെ ഞങ്ങൾ നേടിയെടുക്കുന്നു, എന്നിട്ട് ഞങ്ങൾ ആണവായുധം നിർമ്മിക്കുന്നു. അപ്പോൾ ഈ ആണവായുധം നിർമ്മിക്കുന്നത് നമ്മൾ മുസ്ലിം രാജ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നൊരു നരേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി മനഃപൂർവ്വമായ ഒരു ശ്രമമാണ് ഇറാനിലെ ആത്മീയ ആചാര്യൻ നടത്തുന്നത്. തീർച്ചയായിട്ടും ഈ മതം വിഴുങ്ങിയ ഇറാനെ നയിക്കുന്നത് മതാടിസ്ഥാനത്തിലുള്ള മത നേതാക്കളാണ് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ചൈനയിലൊക്കെ ഉയ്ഗുർ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ ഈ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി പറയുന്നില്ല? അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഒരു എതിർപ്പ്, ഇപ്പോൾ റഷ്യയോട് ആണവായുധം ചോദിച്ചിട്ടുണ്ട് ഇറാൻ. അപ്പോൾ ഇറാൻ എന്തൊക്കെയോ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയെ കൂടെ ഉൾപ്പെടുത്തി ഇന്ത്യയെ പറയേണ്ടതിൻ്റെ ഒരു ആവശ്യകതയും ഇറാൻ ഇല്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇതിനു മുൻപ് പല ആക്രമണങ്ങളും നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇറാൻ ഇടപെടേണ്ട ഒരു ആവശ്യകതയുമില്ല. ഇന്ത്യയിൽ അത്തരത്തിൽ മുസ്ലിങ്ങൾ, ഇപ്പോൾ അഭയാർത്ഥികളായ റോഹിംഗ്യൻ ആയാലും ബംഗ്ലാദേശികളായാലും ആരായാലും ഇന്ത്യയിൽ അത്തരത്തിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്ത്യ അഭയാർത്ഥികളോട് ഇറങ്ങിപ്പോകാൻ പറയുന്നുമില്ല. ഇന്ത്യയിൽ ഇപ്പോൾ റോഹിംഗ്യകൾക്ക് ഒരു രാജ്യമുണ്ടാക്കി അവരെ അവിടെ താമസിപ്പിക്കണമെന്ന് പല തവണ ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് കേൾക്കാൻ ആരും തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഇവരുടെ രാജ്യത്ത് തന്നെ പല ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ
അവരെ ഒന്നും അത്തരത്തിൽ മുസ്ലിങ്ങളെ മാത്രം പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുക. അപ്പോൾ മറ്റുള്ളവരൊന്നും മനുഷ്യരല്ലേ എന്നുള്ളൊരു ചോദ്യം വരും. എന്തായാലും ഇന്ത്യയെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയെ നാണം കെടുത്തുന്ന ഒരു നിലപാട് തന്നെയാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ഈ കാര്യത്തോട് ഇന്ത്യ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്? ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവാണ് ഈ കാര്യം പറയുന്നത്. അവിടുത്തെ പ്രസിഡന്റിന് ഈ അഭിപ്രായമില്ല. അവർ ഇന്ത്യയോട് അടുത്ത് ഇടപഴകി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനു മുൻപുള്ള ഇറാന്റെ പ്രസിഡന്റായ ഇബ്രാഹിം റൈസി, അദ്ദേഹം മരണപ്പെട്ട ഒരാളാണ്. അദ്ദേഹം ഇരിക്കുന്ന സമയത്തും ഇന്ത്യയോട് നല്ല ആത്മബന്ധം പുലർത്തിയാണ് മുന്നോട്ട് പോയത്. ഇപ്പോൾ ഈ മാലദ്വീപിനെയും പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ഒക്കെ, അതായത് അഫ്ഗാനിസ്ഥാനെയും ഒക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇന്ത്യയെ അല്ലെങ്കിൽ ഇന്ത്യയുമായി വിരോധമുള്ളവരെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഇറാൻ ഇത്തരത്തിൽ ഇറാന്റെ ഒരു പരമോന്നത നേതാവ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ അത് ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടും. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കിടയിൽ അതൊരു വലിയ സംഘർഷത്തിന് തന്നെ ഇടയാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയിലെ മുസ്ലിങ്ങളൊന്നും സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ അതിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ചിലപ്പോൾ ഇത് വഴിതെറ്റിക്കാൻ കാരണമാകുന്നുണ്ട്. ഒരു വിദ്വേഷത്തിന് വരെ ഇത് വഴിതെളിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് കൃത്യമായി ആലോചിച്ച് പറയണം എന്നുള്ളതായിരുന്നു. ഇനി ഇന്ത്യ ഇതിന് എന്ത് മറുപടി കൊടുക്കും? കാരണം ഇറാനുമായും ഇപ്പോൾ ഗാസയിൽ സിനിജി പറഞ്ഞതുപോലെ ശരിയാണ്, ഇസ്രായേൽ ആക്രമണത്തിൽ ഒരുപാട് പേർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. കൊച്ചുകുട്ടികൾ, ഗർഭിണികളായ സ്ത്രീകൾ, വയസ്സായവർ, ആശുപത്രികളിൽ പോലും സൗകര്യമില്ലാതെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. മ്യാൻമാറിലും അത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ ബുദ്ധിമുട്ടുകളില്ല, പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല. ഇന്ത്യയിൽ പ്രശ്നങ്ങളുണ്ട്, അത് തീർക്കാൻ ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇറാന്റെ ഈ പരമോന്നത നേതാവ് മുന്നോട്ട് പോകാനും. ഇപ്പോൾ ഇന്ത്യ വിരോധം വച്ചുകൊണ്ട് ഈ പലരും ഇന്ത്യക്കൊപ്പം നിന്നാൽ, അല്ലെങ്കിൽ ഇന്ത്യയെ ആക്രമിക്കാൻ അത്തരം ശക്തികൾ, ഇപ്പോൾ സൗദി പോയിട്ടുള്ള ബാക്കി എല്ലാവരെയും ചേർത്തുകൊണ്ട് ഒരു മുസ്ലിം രാജ്യമാക്കി അതിന്റെ പരമോന്നത അധികാരം തുർക്കിക്ക് വേണമെന്ന് തുർക്കി പറയുന്നു, ഇറാന് വേണമെന്ന് ഇറാൻ പറയുന്നു. പക്ഷേ ഇത്തരത്തിൽ ഒരു കാര്യങ്ങൾ ആയി മുന്നോട്ട് പോയാൽ സൈനിക തലത്തിൽ ഇന്ത്യ എത്രത്തോളം വളർന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ ഇന്ത്യയെ ചൊറിയാൻ എന്നുള്ളതാണ് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് മനുഷ്യരുടെ മനസ്സിൽ പക ആളിക്കത്തിക്കാൻ കഴിയുന്ന ഒരു വികാരമാണ് മതം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഇദ്ദേഹം ഈ അലി ഖമേനി ചെയ്തിരിക്കുന്നത് ഇന്ത്യയെ കൂടെ ഗാസയും മ്യാൻമറിനെയും ഒപ്പം ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നു എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ സിനിജി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ റോഹിംഗ്യൻ അഭയാർത്ഥികൾ ലോകം മുഴുവൻ അവരെ ഓർത്ത് കണ്ണീരൊഴുക്കുന്നുണ്ട്, മുതലക്കണ്ണീരൊഴുക്കുന്നുന്നുണ്ട്. ഇന്ത്യ അവരെ ചേർത്ത് പിടിക്കും. ഇന്ത്യക്കെതിരെയാണ് അവർ പറയുന്നത് റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് ഇന്ത്യ സ്പേസ് കൊടുക്കണമെന്ന്. പക്ഷേ ഈ ഇറാൻ ഇപ്പം ഈ മുതലക്കണ്ണീർ ഒഴുക്കിയ ഇറാനിലെ ഈ മത നേതാവ് എപ്പോഴെങ്കിലും റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് ഇടം കൊടുക്കാം, ഈ ലോകത്തുള്ള മുസ്ലിങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് ജീവിക്കും എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഈ സെന്റൻസിൽ തോന്നുന്നത് ഒരിക്കലും ഇത് ഗാസയെയോ മ്യാൻമാറിനെയോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് മനസ്സുകൊണ്ട് ഞങ്ങൾ സുരക്ഷിതരല്ല എന്നൊരു തോന്നൽ ഉണ്ടാക്കുക, ഇന്ത്യയുടെ ഭദ്രതയെ ഒന്ന് ഉലയ്ക്കുക എന്നതായിരിക്കും പ്രധാന ഉദ്ദേശമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ഇറാൻ എപ്പോഴെങ്കിലും ഈ റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് ഞങ്ങൾ സ്ഥലം കൊടുക്കാം, അന്ന് ഈ വികാരം ഉണ്ടായിരുന്നില്ലേ? ഞങ്ങൾ മുസ്ലിങ്ങളാണ്, അപ്പോൾ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് ഞങ്ങൾ സ്പേസ് കൊടുക്കണം, എപ്പോഴെങ്കിലും ഈ തരത്തിൽ ഇദ്ദേഹം ചിന്തിച്ചതായി കേട്ടിട്ടുണ്ടോ? അല്ല, ഈ പ്രീത പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സ്വാഭാവികമായി റോഹിംഗ്യൻ മുസ്ലിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. മ്യാൻമറിലുള്ള ബുദ്ധ മതക്കാരുമായി ഏറ്റുമുട്ടൽ നടത്തുന്നു. എങ്കിൽ നിങ്ങൾ അവിടെ പ്രശ്നം ഉണ്ടാക്കേണ്ട, നിങ്ങൾ ഇങ്ങോട്ട് പോരൂ, ഞാൻ നിങ്ങൾക്ക് എല്ലാവിധ സഹായം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഈ ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖമേനി ഒരു പ്രസ്താവന നടത്തിയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇനി ഗാസയിൽ ഇത്രയും വലിയ പ്രശ്നമുണ്ടായി, ഇസ്രയേൽ പറയുന്നു ഗാസയിൽ നിന്ന് ഈ ഭീകരവാദികളെ മുഴുവൻ തുടച്ചു മാറ്റുന്നവരെ ഞങ്ങളുടെ ആക്രമണം തുടരും എന്ന് പറഞ്ഞാൽ അതുമൂലം കഷ്ടപ്പെടുന്നത് പലസ്തീൻകാരായ മുസ്ലിം വംശത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അവരോട് പറയുന്നു നിങ്ങൾ വേണമെങ്കിൽ ഇവിടുന്ന് പലായനം ചെയ്തോളൂ, എവിടേക്ക് വേണമെങ്കിലും പൊക്കോളൂ. അപ്പോൾ ഇറാൻ പറയുകയാണ് ഞങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു, നിങ്ങൾ ഇങ്ങോട്ടേക്ക് പോരൂ, ഞങ്ങൾ അഭയം തരാം. അത് പറയില്ല. അപ്പോൾ ഇസ്ലാമിസ്റ്റുകളുടെ കൂടെയാണ്, അല്ലെ ഇസ്ലാം മതത്തിലുള്ള ആളുകളുടെ കൂടെയാണ് ഞങ്ങളെന്ന് പറയുകയും എന്നാൽ പ്രവൃത്തിയിൽ
അതിന് നേരെ വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യുകയുമാണ് ഇറാൻ ചെയ്യുന്നത്. ഇറാൻ്റെ ഇപ്പോഴത്തെ ആവശ്യം തങ്ങളൊരു ആണവ രാജ്യമാണ് എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണം. പക്ഷേ നമുക്കറിയാം ഈ പലസ്തീനിലെ തന്നെ ഈ ഹമാസിന് നേതൃത്വം നൽകുന്നതിൽ ഒരു മുതിർന്ന നേതാവ് ഇസ്രായേലിൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് പെഷസ്കിയാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ അവിടെ എത്തി. അന്ന് ഇസ്രായേൽ തൊടുത്ത ഒരു റോക്കറ്റ് ഏറ്റ് ഈ നേതാവ് മരിച്ചു. അപ്പോൾ ഇറാനിൽ വരുന്ന ഗസ്റ്റുകളുടെ ലോക നേതാക്കളുടെ സുരക്ഷ പോലും ആ രാജ്യത്തിന് ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു നെഗറ്റീവ് ഇമേജ് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ സൃഷ്ടിക്കപ്പെട്ടു. മാത്രമല്ല ഇറാനിലെ ആത്മീയ നേതാവ് പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യാനല്ല ഞങ്ങൾ ഇരിക്കുന്നതെന്ന് പെഷസ്കിയാൻ എന്ന് പറയുന്ന പുതിയ പ്രസിഡന്റ് പറയുന്നു. അപ്പം ആത്മീയ ആചാര്യൻ വേറെ അതങ്ങനെയൊക്കെ ചെയ്തിരുന്നു ഒരു കാലത്ത്. ഇനിയുള്ള പുതിയ നൂറ്റാണ്ടിൽ പുതിയ കാലത്ത് അത് വേണ്ട എന്ന് പുതിയ പ്രസിഡന്റ് പറയുന്നു. അപ്പോൾ പുതിയ പ്രസിഡന്റ് നിലപാടും ഈ പറയുന്ന മതാചാര്യൻ്റെ നിലപാടും രണ്ടും രണ്ടാകുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ലോകമെങ്ങുമുള്ള മുസ്ലിങ്ങളെ, അവിടുത്തെ ഉള്ള ജനങ്ങളെ, അവിടുത്തെ ഭരണാധികാരികളെ, നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ഇറാൻ നിലകൊള്ളുന്നത്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നത്, നമുക്ക് ഒരുമിച്ച് നിൽക്കണം. അപ്പം ഏറ്റവും പ്രധാന ശത്രുവായി കാണുന്നത് ഇന്ത്യയാണ്. കാരണം സൈനിക മേഖലയിലും ആഭ്യന്തര കാര്യങ്ങളിലും അതുപോലെ തന്നെ നയതന്ത്ര കാര്യങ്ങളിലും ഒക്കെ ഇന്ത്യ വലിയ ശക്തിയായി വളരുന്നു. അവിടെയുള്ള മുസ്ലിം സമുദായക്കാർ കുറേ പേരെങ്കിലും ഈ മോദി ഭരണകൂടത്തിനെതിരാണ്. അതിനെ മുതലെടുക്കാൻ കഴിയുമോ എന്നാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇറാൻ ഇത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നത്. ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പൊ ഇദ്ദേഹം അവിടുത്തെ മതനേതാവാണ്, ഈ അലി ഖമേനി. അദ്ദേഹത്തിന്റെ വാക്കുകളെ നമുക്ക് ഇറാന്റെ ഔദ്യോഗിക വാക്കുകളായിട്ട് കരുതാൻ കഴിയുമോ? കാലങ്ങളായിട്ട് അങ്ങനെയായിരുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ അവിടുത്തെ മുൻ പ്രസിഡന്റ് വിമാനാപകടത്തിലാണ് കൊല്ലപ്പെട്ടത്. സത്യത്തിൽ ആ പ്രസിഡന്റ്, ഈ റെയ്സി എന്ന് പറയുന്ന പ്രസിഡന്റ്, ഒരു ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യവെയാണ് അദ്ദേഹം അപകടത്തിൽ മരിച്ചത്. ഈ അപകടം നടന്ന ഹെലികോപ്റ്ററിന് 18 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അത്രത്തോളം പഴകിയ ആയുധങ്ങളും വിമാനങ്ങളും ഒക്കെയാണ് അവിടെയുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളെയൊക്കെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടുത്തെ ആത്മീയ ആചാര്യന് കഴിയുന്നില്ല. കാലങ്ങളായി ഇറാൻ്റെ ഭരണകൂടം നിലകൊള്ളുന്നത് ആത്മീയ ആചാര്യൻ എന്ന് പറയുന്ന ഈ ഖമേനിമാരിലൂടെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾ, ഇപ്പോൾ ഈ പറയുന്ന റെയ്സി കൊല്ലപ്പെട്ടു എന്ന് പറയില്ലയോ, റെയ്സി ഒരുപക്ഷെ കൊല്ലപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ അടുത്ത ഈ പറയുന്ന മതാചാര്യനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ഇറാനിനെ ഭരിക്കുന്ന ഒരു കാലം ഇനി വേണ്ട, ഇനി സർക്കാർ മതി, പെഷസ്കിയാൻ്റെ നിലപാടാണ്, ആ സർക്കാരിൻ്റെ നിലപാടാണ് എന്ന് പറഞ്ഞാൽ കാലത്തിനനുസരിച്ച് ഈ മത നേതാക്കൾ നിയന്ത്രിക്കുന്ന ഇറാൻ്റെ ഭരണകൂടവും തകർന്നു വീഴും. അതിന് മുന്നോടിയായി ഇനി എലക്റ്റഡ് ഭരണകൂടം മതി എന്ന് ഇറാൻ തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയല്ല, മതാചാര്യന്മാർ തന്നെയാണ് സർവശക്തി എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഇത്തരം ഒരു ട്വീറ്റ് നടത്തുന്നു. അതിനനുസരിച്ച് കുറേ പ്രതികരണം വരുന്നു. ലോകത്തിന് മുഴുവൻ മുസ്ലിങ്ങളുടെയും രക്ഷകൻ ഞങ്ങളാണെന്ന് പറഞ്ഞു വെക്കാനായിട്ട് ഇറാൻ ശ്രമിക്കുന്നു. ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ത്യയുടെ കാര്യങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ സുരക്ഷിതരാണെന്ന് നോക്കാൻ ഇന്ത്യക്ക് നല്ല ചങ്കുറപ്പുള്ള ഒരു പ്രധാനമന്ത്രിയുണ്ട്, ഒരു ഭരണകൂടമുണ്ട്. അതിലേക്ക് കൈകടത്താൻ ഇറാൻ തൽക്കാലം വരണ്ട, തലയിടണ്ട എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കാനുള്ളത്. ഇന്ത്യൻ ഭരണകൂടവും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആദ്യം സ്വന്തം രാജ്യത്തെ കാര്യം തീർക്കൂ, സ്വന്തം പ്രശ്നങ്ങൾ തീർത്തിട്ട് ഇന്ത്യയിലേക്ക് വരൂ, ഇന്ത്യയിലേക്ക് എത്തി നോക്കൂ. ആദ്യം സ്വന്തം പ്രശ്നങ്ങൾ സ്വന്തം രാജ്യത്തെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്നും മറ്റു രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ, ഇന്ത്യ ഒഴികെയുള്ള മറ്റു രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണെന്നും നിങ്ങൾ ഉറപ്പുവരുത്തൂ. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ. ഇന്ത്യയിലെ മുസ്ലിങ്ങളും ആലോചിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ അവിടെ ഇവിടെ ഇരുന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ആവേശം കൊള്ളാതെ നമ്മുടെ രാജ്യത്ത് നമ്മൾ എത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ള കാര്യത്തിൽ നമ്മളാണ് പൂർണ്ണ ബോധ്യം വരുത്തേണ്ടത്. തീർച്ചയായിട്ടും.